ഹായ് ഫ്രണ്ട്സ്, ഷോർട്ട് വേ ടു PSCയുടെ ഇന്നത്തെ വീഡിയോയിൽ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ രണ്ടാമത്തെ ഭാഗമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 ഏപ്രിൽ 1 മുതൽ 1974 മാർച്ച് 31 വരെ. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? പാവപ്പെട്ടവരുടെ ഉന്നമനം. ഇന്ത്യയിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ത്യയിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി 1969 ജൂലൈ 19. ഇന്ത്യയിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ഏത് പ്രധാനമന്ത്രിയായിരുന്നു? ഇന്ത്യയിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ഏത് പ്രധാനമന്ത്രിയായിരുന്നു? ഇന്ദിരാഗാന്ധി. ISRO സ്ഥാപിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ISRO സ്ഥാപിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി 1969 ഓഗസ്റ്റ് 15. ധവള വിപ്ലവം ആരംഭിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ധവള വിപ്ലവം ആരംഭിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി. നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഗാഡ്ഗിൽ മോഡൽ. ഗാഡ്ഗിൽ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഗാഡ്ഗിൽ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1971 ഇന്ത്യ പാക് യുദ്ധം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1971 ഇന്ത്യ പാക് യുദ്ധം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം 1974 ഏപ്രിൽ 1 മുതൽ 1979 മാർച്ച് 31 വരെ. ഗരീബി ഘട്ടാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി മുഴക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഗരീബി ഘട്ടാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി മുഴക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ അവതരിപ്പിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ അവതരിപ്പിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1975 ഒക്ടോബർ 2. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അഥവാ ICDS നിലവിൽ വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം നിലവിൽ വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1975. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 1978 അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിയിട്ട് അവതരിപ്പിച്ച പ്ലാൻ ഏതായിരുന്നു? 1978 അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിയിട്ട് അവതരിപ്പിച്ച പ്ലാൻ ഏതായിരുന്നു? റോളിംഗ് പ്ലാൻ. 1978 മുതൽ 1980 വരെ. റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് ആരായിരുന്നു?
റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ഗുണ്ണർ മിർദാൽ. ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ആറാം പഞ്ചവത്സര പദ്ധതി. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1980 ഏപ്രിൽ 1 മുതൽ 1985 മാർച്ച് 31 വരെ. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1980 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നിവ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഏഴാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം. ഏഴാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം 1985 ഏപ്രിൽ 1 മുതൽ 1990 മാർച്ച് 31 വരെ. ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും സംയോജിപ്പിച്ച് ജവഹർ റോസ്ഗാർ യോജന എന്ന പേരിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും സംയോജിപ്പിച്ച് ജവഹർ റോസ്ഗാർ യോജന എന്ന പേരിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഏഴാം പഞ്ചവത്സര പദ്ധതി. ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്നത് എന്ന്? ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്നത് എന്ന്? 1989 ഏപ്രിൽ 1. വാർത്താവിനിമയ ഗതാഗത മേഖലയ്ക്ക് വൻ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതി ഏത്? വാർത്താവിനിമയ ഗതാഗത മേഖലയ്ക്ക് വൻ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതി ഏത്? ഏഴാം പഞ്ചവത്സര പദ്ധതി. ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വാർഷിക പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടം. ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വാർഷിക പദ്ധതി നടപ്പിലാക്കി. എട്ടാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം. എട്ടാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം 1992 ഏപ്രിൽ 1 മുതൽ 1997 മാർച്ച് 31 വരെ. എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആവിഷ്കരിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആവിഷ്കരിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? എട്ടാം പഞ്ചവത്സര പദ്ധതി. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആവിഷ്കരിച്ച ധനമന്ത്രി ആരായിരുന്നു? പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആവിഷ്കരിച്ച ധനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? എട്ടാം പഞ്ചവത്സര പദ്ധതി. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്? പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്? എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം
1997 ഏപ്രിൽ 1 മുതൽ 2002 മാർച്ച് 31 വരെ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണം. 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്ത്? 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്ത്? ജനകീയ പദ്ധതി. ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്? ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1999. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 50 വർഷം തികഞ്ഞപ്പോഴുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 50 വർഷം തികഞ്ഞപ്പോഴുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 50 വർഷം തികഞ്ഞപ്പോഴുള്ള രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 50 വർഷം തികഞ്ഞപ്പോഴുള്ള രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 50 വർഷം തികഞ്ഞപ്പോഴുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 50 വർഷം തികഞ്ഞപ്പോഴുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു? IK ഗുജറാൾ. 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 2002 ഏപ്രിൽ 1 മുതൽ 2007 മാർച്ച് 31 വരെ. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ രാഷ്ട്രപതി ആരായിരുന്നു? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ സാക്ഷരത 75% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ഇന്ത്യയുടെ സാക്ഷരത 75% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 10ാം പഞ്ചവത്സര പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരള മോഡൽ. കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? 10ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ GDP 8% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഇന്ത്യയുടെ GDP 8% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 10ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം. 11ാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം 2007 ഏപ്രിൽ 1 മുതൽ 2012 മാർച്ച് 31 വരെ. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 1000-ന് മുകളിൽ ജനസംഖ്യ ഉള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡ് നിർമ്മിക്കുക, എല്ലാ ജനങ്ങൾക്കും ശുദ്ധജലം എന്നിവ. വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 2009 ഓഗസ്റ്റ് 26-ന്. 12ാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം. 12ാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം 2012 ഏപ്രിൽ 1 മുതൽ 2017 മാർച്ച് 31 വരെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നത്? എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നത്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇത്രയുമാണ്
പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.